മംഗളാദേവി ഉത്സവത്തിനിടെ 6 പേർക്ക് ഇടിമിന്നലേറ്റു. ഇടിമിന്നലേറ്റതിൽ ഒരു പോലീസുകാരനും. ഇടിമിന്നലിന്റെ പരിഭ്രാന്തിയിൽ ഓടുന്നതിനിടെ തട്ടിവീണ പലർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്സവമാണ് മംഗളാദേവി ഉത്സവം. അതിനിടയിലാണ് ഇപ്പോൾ 6 പേർക്ക് ഇടിമിന്നലേറ്റതായുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, തീർച്ചയായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്, ഒരു കാനന ക്ഷേത്രമാണ് മംഗളാദേവി എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയുടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ വർഷത്തിലൊരിക്കൽ മാത്രം, ചിത്രാ പൗർണമി ദിനത്തിൽ മാത്രം പ്രവേശനമുള്ള വനത്തിനുള്ളിലുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 4830 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി. ആ മംഗളാദേവിയിലെ ചിത്രാ പൗർണമി ഉത്സവമായിരുന്നു ഇന്ന്. ആ ഉത്സവത്തിന്റെ ഭാഗമായി 10,000-കണക്കിനാണ് നമ്മളെ വാർത്താസംഘം ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകളായിരുന്നു ഇന്ന് മംഗളാദേവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയാണ് അല്പസമയം മുമ്പ് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയായിരുന്നു ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്, കുമളി പ്രദേശങ്ങളിലുണ്ടായത്. ആ ഇടിയിലും മഴയിലുമാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 6 പേർക്കാണ് നിലവിൽ മംഗളാദേവിയിൽ ഇടിമിന്നലേറ്റിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ മംഗളാദേവി ഉത്സവത്തിന്റെ ഭാഗമായി മംഗളാദേവി മലനിരകൾക്ക് മുകളിലുണ്ടായിരുന്നു, ക്ഷേത്രത്തിനടുത്തായി ഉണ്ടായിരുന്നു. 400ഓളം പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഇവരിൽ 6 പേർക്കാണ് നിലവിൽ ഇടിമിന്നലിൽ പരിക്കേറ്റിരിക്കുന്നത്. ഒരു പോലീസുകാരനും 5 തീർത്ഥാടകർക്കുമാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. പരിക്കേറ്റ പോലീസുകാരൻ ഇടുക്കി DHQയിലെ CPO അൻസാറാണ് പരിക്കേറ്റത്. ഇടിമിന്നലിൽ തെറിച്ച് വീണ് അൻസാറിൻ്റെ കൈമുട്ടിന് പൊട്ടലുണ്ട്. നിലവിൽ അദ്ദേഹത്തെ ആദ്യം കുമളിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിക്കുകയും ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്തു. കൂടാതെ പരിക്കേറ്റ മറ്റ് 5 പേർ തിരുവനന്തപുരം ആഴിമല സ്വദേശി വിഷ്ണു, തമിഴ്നാട് സ്വദേശി ലോകമണി, തമിഴ്നാട് സ്വദേശിയായ കാളിയമ്മാൾ, തൃശ്ശൂർ സ്വദേശിനിയായുള്ള രമ്യ എന്നിവരാണ് മറ്റ് പരിക്കേറ്റവർ. ഇത്തരത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 10,000-കണക്കിന് ആളുകൾ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അവരിൽ 6 പേർക്കാണ് പരിക്കേറ്റത്. ഏറ്റവും ദാരുണമായ സംഭവമാണ്. കനത്ത മഴയായിരുന്നു, വലിയ ഇടിമിന്നലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 1:30 തന്നെ മംഗളാദേവിയിലേക്കുള്ള പ്രവേശനം വനം വകുപ്പും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മൂലം 1:30 തന്നെ പൂർണ്ണമായി അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം മംഗളാദേവിയിലേക്ക് ആരെയും കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ രാവിലെ എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ആളുകൾ കുമളി ഭാഗത്ത് നിന്ന് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. ജീപ്പ് വഴിയോ അല്ലെങ്കിൽ കാൽനടയായോ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വനത്തിലൂടെ അല്ലെങ്കിൽ മലനിരകളിലൂടെ എത്തിച്ചേരേണ്ട ഒരു ഭാഗമാണിത്. 1:30 ശേഷം പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. എന്നാൽ ദർശനം കഴിഞ്ഞ് മലയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റിട്ടുള്ളത്. ഈ ചില ആളുകൾക്ക് ഇടിമിന്നലേറ്റ വിവരമറിഞ്ഞ് ആളുകൾ പരിഭ്രാന്തരാവുകയും ഓടി എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്താനായി ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തട്ടി വീണും നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഇടിമിന്നലേറ്റ 6 പേരുടെയും നില ഗുരുതരമല്ല. ആരുടെയും സാരമായ പരിക്കുകൾ മാത്രമേ ആളുകൾക്കുള്ളൂ. ഗുരുതരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ള ആശ്വാസകരമായൊരു വാർത്തയുണ്ട്. എന്തായാലും വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന അതിപുരാതനമായ പ്രാചീനമായ ക്ഷേത്രമായ മംഗളാദേവിയിലാണ് ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായി നട തുറന്നപ്പോൾ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്ന അവന്തിക.